പക്ഷേ ഈ തുർക്കി ഇപ്പോ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവാണ് തുർക്കി എന്ന് പറയുന്നത്. കാരണം ഈ ചെങ്കോട്ട സ്ഫോടനത്തിലെ ആളുകൾ മുഴുവൻ, അതായത് വൈറ്റ് കോളർ ടെററിസത്തിലെ ഡോക്ടർമാർ മുഴുവൻ ചർച്ച നടത്തിയതും അതിന്റെ പ്രധാന കണ്ണികളും ഒക്കെ തുർക്കിയിലെന്നാണ് പറയുന്നത്. ഈ തുർക്കിയോട് ഇസ്രായേലിനും പകയുണ്ട്. കാരണം ഈ ഖത്തറിനെ ആക്രമിച്ച സമയത്ത്, അതായത് ഹമാസിന്റെ നേതാക്കൾ ഖത്തറിൽ സുഖവാസം ചെയ്ത് നിവർത്തിയില്ലാതെ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് ഈ ഖത്തറിൽ നിന്ന് ഓടിയ ഹമാസ് തുർക്കിയിലെ അങ്കാറയിലാണ് ഒളിച്ചത്. തുർക്കിക്കും ഇസ്രായേലിനും ഇന്ത്യക്കും ഒരുപോലെ ശത്രുവാണ് ഇപ്പോൾ തുർക്കി. തുർക്കിയെ തീർക്കാനായി പുതിയ മിസൈലുകളുടെ തയ്യാറെടുപ്പിൽ, അല്ലെങ്കിൽ മിസൈലുകൾ ഉണ്ടാക്കുന്ന പരീക്ഷണങ്ങളിലാണ്. അതായത് ഇനി തുർക്കി തല പൊക്കരുത്, ആ നീക്കത്തിലേക്കാണ് ഇസ്രായേൽ കടന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇസ്രായേലിന്റെ നീക്കം എങ്ങനെയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം അമേരിക്ക പോലും പറഞ്ഞിട്ട് കേൾക്കാതെയാണ് ഖത്തറിനെ ആക്രമിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തുർക്കിക്കും ഇത്തരത്തിൽ ഒരു അതായത് അപ്രതീക്ഷിതമായ ഒരു നീക്കം തുർക്കിയിലും ഉടനെ സംഭവിക്കാൻ സാധ്യതയില്ലേ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന്? ഇസ്രായേലിന്റെ ഒരു വാർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, അവരെ ആരും ആക്രമിക്കാനായിട്ട് വരാൻ പാടില്ലാത്ത തരത്തിൽ അവരുടെ ശത്രുക്കളായി തീരാൻ സാധ്യതയുള്ളവർ ആര് എന്ന് കണ്ടെത്തി അവരെ ഈ സമീപകാല യുദ്ധ സാഹചര്യത്തിൽ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. വേറെ ഒരു സമയമുണ്ടാക്കി ആക്രമിക്കാൻ നടക്കുമ്പോൾ അതിന് പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ പക്ഷേ അവർ പലസ്തീനുമായിട്ടുള്ള യുദ്ധത്തിലാണ്, ഹമാസുമായിട്ടുള്ള യുദ്ധത്തിലാണ്, അതിനോടൊപ്പം തന്നെ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിലാണ്.